അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ട് ഗ്രോസ് സാലറി ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഓഫ് മിസ് രമ. സാലറി പെർ മന്ത് തന്നിട്ടുണ്ട്, ഡി എ തന്നിട്ടുണ്ട്, HR തന്നിട്ടുണ്ട്, CCA തന്നിട്ടുണ്ട്, കമ്മീഷൻ തന്നിട്ടുണ്ട്. അസ്യൂമിങ് ഷീ ഈസ് ലിവിങ് ഇൻ ഹെർ ഓൺ ഹൗസ്. സ്വന്തം ഹൗസ് ആണെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണ്. ഷീ ഈസ് ലിവിങ് ഇൻ റെൻറ്റഡ് ഹൗസ്. റെൻറ്റഡ് ഹൗസ് ആണെങ്കിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആണ്. 3 കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. HR റിസീവ്ഡ്, റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി, 40% ഓഫ് സാലറി. അത് സാധാ ടൗണിലാണെങ്കിൽ. പിന്നെ കൊൽക്കത്ത, ബോംബെ അങ്ങനെയുള്ള ടൗണുകളിലാണെങ്കിൽ 50% ഓഫ് ദ സാലറി. അപ്പോൾ വിച്ച് എവർ ഈസ് ലെസ് ആണ് നമ്മൾ എക്സംപ്റ്റ് ചെയ്യാൻ എടുക്കുന്നത്. ദെൻ അടുത്ത കേസ്, ഷീ ഈസ് ലിവിങ് ഇൻ എ റെൻറ്റഡ് ഹൗസ് അറ്റ് പാട്ന. DA ഡസ് നോട്ട് എൻ്റർ ആൻഡ് പേ ആൻഡ് റെൻറ്റ് ഈസ് 1000 പെർ മന്ത്. ഇവിടെ 1500 പെർ മന്ത് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ബേസിക് സാലറി എത്രയാണ്? ആദ്യത്തെ കേസ് ഇട്ടാ, ഇൻകം ഫ്രം സാലറി എന്താണ്, ഹെർ ഓൺ ഹൗസ്, സ്വന്തം വീട്ടിൽ താമസിക്കുക. അപ്പോൾ ബേസിക് സാലറി 3500 പെർ മന്ത് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ 12 × 3500 40,000. DA 1000 എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ 1000 × 12 12,000. HR അവിടെ നിൽക്കട്ടെ, കാരണം നമുക്ക് അതിവിടെ ലിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണം. ബാക്കി എന്താണ്? CCA 2400, 200 × 12. അടുത്തത് കമ്മീഷൻ 6000. അങ്ങനെ ഗ്രോസ് സാലറി ആണത് ഇത്രയാണ്. HR ഒഴികെയുള്ള ഗ്രോസ് സാലറി എത്രയാണ്? 62,400. ഇനി HR ഫുള്ളി ടാക്സബിൾ ആണ്. കാരണം എന്താണ്? ഓൺ ഹൗസിലാണ് ജീവിക്കുന്നത്. അപ്പോൾ എത്ര രൂപയാണ് റെൻറ്റ് പറഞ്ഞേക്കണത്? HR പറഞ്ഞേക്കണത് 1000 × 12. അപ്പം 12,000 ടാക്സബിൾ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഗ്രോസ് സാലറി ടാക്സബിൾ 74,400 കിട്ടും. അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 കുറച്ച് കഴിഞ്ഞാൽ ഇൻകം ഫ്രം സാലറി 24,400 കിട്ടും. അടുത്ത കേസ് നോക്കിയേ. ഗ്രോസ് സാലറി എക്സ്ക്ലൂഡിങ് HR ഇല്ലാത്ത സാലറി നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു. എത്രയാണ്? 62,400. ഇനി HRയുടെ ലിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ. അവിടെ ലിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ആദ്യം തന്നെ നമുക്ക് ആക്ച്വൽ HR റിസീവ്ഡ് എടുക്കണം. ആക്ച്വൽ HR റിസീവ്ഡ് ഇവിടെ എത്രയാണ്? ഇവിടെ ആക്ച്വൽ HR റിസീവ്ഡ് 1500 പെർ മന്ത് ആണ്. അപ്പോൾ സെക്കൻഡ് കേസിൽ ഇൻകം ഫ്രം സാലറി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതിന് മുമ്പ് നമുക്കിവിടെ HR വേണം. അപ്പോൾ HRയുടെ കാൽക്കുലേഷൻ നോക്കുക. ആക്ച്വൽ HR റിസീവ്ഡ് എത്രയാണ്? 12,000 ആണ്. റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. ഇവിടെ സാലറി എടുക്കേണ്ടത് വ്യക്തമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് DA കൂട്ടണം എന്ന്. മൂന്നാമത്തെ കേസിൽ പറഞ്ഞിട്ടുണ്ട് DA എടുക്കരുത്. അപ്പോൾ ഇവിടെ DA കൂട്ടിയ സാലറിയാണ് നമ്മൾ സാലറി ആയിട്ട് കണക്കാക്കണേ. 42,000 + 12,000 + കമ്മീഷൻ 6,000, മൊത്തം 60,000. അപ്പോൾ റെൻറ്റ് പെയ്ഡ് 18,000 ആണ്. 1500 × 12 മൈനസ് 10% ഓഫ് സാലറി. സാലറി എത്രയാണ്? 60,000. അതിൻ്റെ 10% 6,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12,000. ഇനി 50% ഓഫ് സാലറി, 60,000ൻ്റെ 50%. അപ്പോൾ എത്ര കിട്ടും? 30,000. ഇതിനകത്ത് ലീസ്റ്റ് ഏതാണ്? 12,000. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ HRയിൽ നിന്ന് ഈ എക്സംഷൻ ലിമിറ്റ് കുറയ്ക്കണം. HR 12,000 വരുന്നു, എക്സംഷനും 12,000 വരുന്നു. അപ്പോൾ ഇത് എന്ത് കിട്ടും? 0. അതുകൊണ്ടാണ് ഇവിടെ HR എക്സംപ്റ്റഡ് എന്ത് പറഞ്ഞേക്കണേ? നില്ല് പറഞ്ഞേക്കണേ. കാരണം എന്താണ്? ഇല്ല, നമുക്കിവിടെ 0 ആണ് കിട്ടിയത്. അപ്പോൾ ഗ്രോസ് സാലറി 62,400 തന്നെ. അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് ഇൻകം ഫ്രം സാലറി കിട്ടും. ഇനി അടുത്ത കേസ് നോക്കാം. അടുത്ത കേസ് നോക്കിയേ. ഗ്രോസ് സാലറി 62,400 തന്നെ. HR എത്രയാണ്? 4,800. അതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ആദ്യം ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് 12,000 തന്നെ. റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. റെൻറ്റ് പെയ്ഡ് 12,000 ആണ് ഇവിടെ. രണ്ടാമത്തെ കേസിൽ 1000 പെർ മന്ത് ആണ് റെൻറ്റ്. അപ്പോൾ 12,000 ആണ്. അതിൽ നിന്ന് 4,800 കുറച്ചു. അതായത് 4,800 എന്താ? 10% ഓഫ് സാലറി. ആ സാലറി ആണെങ്കിൽ എങ്ങനെയാണ്? ബേസിക് എത്രയാണ്? 42,000. കമ്മീഷൻ മാത്രമേ എടുക്കുള്ളൂ, കാരണം DA എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ കേസിൽ. അപ്പോൾ 48,000 ആണ്. അതിൻ്റെ 10% 7,200. ഇനി 40% ഓഫ് സാലറി. ഇവിടെ മെട്രോപൊളിറ്റൻ സിറ്റി ആയതുകൊണ്ട് 50%, ഇത് സാധാ ആയതുകൊണ്ട് 40%. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 19,200 എന്ന് കിട്ടി. എന്നിട്ട് ലീസ്റ്റ് ഏതാണ്? ലിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് 7,200. ആക്ച്വൽ HR 12,000. അതിൽ നിന്ന് 7,200 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 4,800. അതാണ് ഇവിടെ HR ആയിട്ട് കാണിച്ചേക്കണേ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 67,200 കിട്ടും. അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് ഇൻകം ഫ്രം സാലറി കിട്ടും.